സഭാജീവിതമാണല്ലോ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ദൈവഭക്തിയുടെ മർമ്മം നമ്മൾ ചിന്തിച്ചു. രണ്ടാമതായിട്ട് കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് അല്പമായിട്ട് നമ്മൾ ചിന്തിച്ചു. മൂന്നാമതായിട്ട് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്നാൽ സഭയെ ഒരുക്കുവാൻ, സഭയെ സമ്പാദിപ്പാൻ കർത്താവ് കടന്നുപോയ ആ പാതയിൽ കൂടി നാം പോകണം. എങ്കിൽ മാത്രമേ സ്വഭാവജീവിതം വിജയകരമായി തീരൂ. അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയി എന്നുള്ള വിഷയമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് അവൻ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം, പാപം ചെയ്യാതെ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ടോ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 61 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് കിട്ടും. എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 61 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ അല്ലേ, മഹാപുരോഹിതന്മാരിൽ നിന്ന് അനേകർ കർത്താവിനെതിരായിട്ട് കള്ളസാക്ഷ്യം പറയാൻ തുടങ്ങി. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുമെന്നൊക്കെ പറഞ്ഞ് കർത്താവിനെതിരായിട്ട് പലരും സാക്ഷ്യം പറഞ്ഞു. ഒത്തുവന്നില്ലെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. പല കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും ഒത്തുവന്നില്ല. അപ്പോൾ മഹാപുരോഹിതൻ കർത്താവിനോട് ചോദിക്കുന്നു, നിനക്കൊന്നും പറയാനില്ലയോ? ഇവരൊക്കെ നിന്നെക്കുറിച്ച് ഇത്ര എതിരായിട്ട് വാദഗതി പറഞ്ഞിട്ടും ഒന്നും പറയാനില്ലയോ എന്ന് പറഞ്ഞപ്പം കർത്താവ് എന്ത് ചെയ്തു? ഒന്നും പറയാതെ, മിണ്ടാതെ, ഉത്തരം പറയാതെ ഇരുന്നു. അത് നമുക്കൊരു മാതൃകയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ തെറ്റായിട്ട് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി പ്രതികരിക്കരുതെന്നാണ്. പിന്നെയോ അല്പസമയം ശാന്തമായിട്ടൊന്നിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സഹിഷ്ണുത വളരെ ആവശ്യമാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾക്ക് സഹിഷ്ണുത വരാൻ വേണ്ടി ഈ ഒരു കാര്യം എന്നാണ് നമ്മുടെ മാതൃക. കർത്താവായ യേശുക്രിസ്തു മാതൃകയാണ്. അതിനൊന്നാമതായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നേരത്തെ പൗലോസിൻ്റെ പ്രാർത്ഥന ചിന്തിച്ചു. കൊലോസ്യർ 1:9 മുതലുള്ള വാക്യങ്ങളിൽ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായിട്ട് അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തോണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. കൊലോസ്യർ 1:11 സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായിട്ട് അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ സഹിഷ്ണുത വേണമെങ്കിൽ എന്താ വേണം? ആത്മാവിൻ്റെ നിറവ് വേണം. ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നതിനേക്കാളും ആത്മനിറവ് വേണം. ഞാൻ കുടുംബത്തിൽ സഹിക്കാൻ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സഹിക്കാൻ, സഭയിലൊരു വിഷയം വരുമ്പോൾ, കുടുംബജീവിതത്തിൽ എന്തെങ്കിലും വിഷയം വരുമ്പോൾ സഹിക്കണമെങ്കിൽ ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നതിനേക്കാളും ആത്മനിറവ് വേണം. ഇവിടെ ബൈബിൾ ക്ലാസ് എടുക്കുമ്പം നല്ല പ്രാർത്ഥിച്ച അന്തരീക്ഷമാണ്, നല്ല പാട്ട് പാടി ദൈവമക്കൾ ഇത്രയും പേര് ഇരിക്കുമ്പോൾ അവിടെ ആത്മീയ അന്തരീക്ഷമാണ്. ഞങ്ങൾക്കത് അനുഭവിക്കുന്നവരാണ്. എന്നാൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പിറുപിറുക്കാതെ സഹിക്കാൻ, അല്ല നമുക്കെതിരായിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ, നമ്മൾക്ക് അങ്ങ് സങ്കടം വരുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് സഹിച്ചുകൊണ്ടിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനെ പൗലോസ് പ്രാർത്ഥിക്കുക മാത്രമല്ല കേട്ടോ, പൗലോസ് അങ്ങനെ ജീവിച്ച് കാണിച്ച ഒരു മനുഷ്യനായിരുന്നു. കർത്താവിനെ അനുഗമിച്ച ഒരാളായിരുന്നു പൗലോസ്. അത് മനസ്സിലാക്കണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നോക്കുക. 1 കൊരിന്ത്യർ 11:1. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ്. ഈ കാര്യത്തിൽ പൗലോസ് അനേക കാര്യം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളായിരുന്നു. ഈ സഹിഷ്ണുത കാര്യത്തിലും പൗലോസ് ക്രിസ്തുവിനെ അനുഗമിച്ചു. എങ്ങനെയാണ് അനുഗമിച്ചത്? 2 തിമോത്തിയോസ് 2:10 നോക്കിയേ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം. ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടെ തൻ്റെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി സകലതും സഹിക്കുന്നു. അപ്പോൾ നമ്മൾ ആരായി തീരണം? സഹിക്കണം. കുടുംബജീവിതത്തിൽ ഭർത്താവിന് വേണ്ടി ഭാര്യ സഹിക്കണം, ആ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് സഹിക്കണം. നമ്മൾ സഹിക്കുന്നവരാണോ സഹിപ്പിക്കുന്നവരാണോ? കുടുംബജീവിതത്തിൽ ഒരു ഭാര്യ സഹോദരി ഭർത്താവിന് വേണ്ടി സഹിക്കുകയാണോ അതോ സഹിപ്പിക്കുകയാണോ എന്ന് പരിശോധിക്കണം. നമ്മളെന്താ ചെയ്യുന്നതെന്നുള്ളത് പ്രത്യേകം ചിന്തിക്കണം. സഭയിലൊക്കെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ സഹിക്കുകയാണോ സഹിപ്പിക്കുകയാണ്? ക്രിസ്തുവേശുവിലുള്ള രക്ഷ തൻ്റെ വൃതന്മാർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവരെല്ലാം ആത്മീയമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ വേണ്ടി വരുന്നവരൊക്കെ എന്തിനാ? ആത്മീയ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി വരുന്നതാണ്. അവർക്കൊന്ന് പാടി സ്തുതിക്കണം, വചനം കേൾക്കണം, സന്തോഷിക്കണം. അതിനുവേണ്ടി എന്നെക്കൊണ്ട് എന്തുമാത്രം സഹിക്കാവോ അത്രയും ഞാൻ സഹിക്കണം. കാരണം പല പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർ ആത്മീയമായിട്ട് വളരുവാൻ അവരുടെ കുറവുകളൊക്കെ നമ്മൾ ക്ഷമിക്കണം, സഹിക്കണം.
നമ്മൾ ഈ കാര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ഓർക്കണം. നമ്മുടെ റോൾ എന്താ? സഹിക്കാറുണ്ടോ, സഹിപ്പിക്കാറുണ്ടോ? നമ്മുടെ വാക്ക് മൂലം ആരെങ്കിലും വേദനിപ്പിക്കാറുണ്ടോ? അതോ അവർക്ക് വേണ്ടി നമ്മൾ സഹിക്കുകയാണോ? നമ്മളെ തന്നെ പരിശോധിക്കുക. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്നവരായിത്തീരും. അത് വിജയകരമായ സഭാജീവിതത്തിന് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ഒരിക്കലും നമ്മുടെ ഒരു വാക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായി വഞ്ചനയില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. അടുത്തായിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞല്ലോ. കഷ്ടം ഒറ്റപോലെ അനുഭവിച്ചു, ഭീഷണം പറഞ്ഞല്ലോ. ഞാൻ പ്രാരംഭത്തിൽ ഈ കഷ്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം കർത്താവ് ഇഷ്ടം പോലെ കഷ്ടം സഹിച്ചു, ഇല്ലയോ? കഷ്ടത തന്നെ നമ്മുടെ കർത്താവ് അനുഭവിച്ചു. എന്നിട്ട് എന്നോട് സുവിശേഷം പറഞ്ഞാൽ ഇനി നമ്മളത് അനുഭവിക്കേണ്ട, കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ കഷ്ടവും സഹിച്ചു. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കഷ്ടം സഹിച്ചു. പിന്നെ സ്നാനപ്പെടാൻ നേരത്ത് കുറേ കഷ്ടം സഹിച്ചു. പിന്നെ ഞങ്ങളുടെ മർത്തോമയെ നോക്കി ഇങ്ങോട്ട് വന്നപ്പോൾ അവിടുത്തെ കുറേ കഷ്ടം സഹിച്ചു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കുറേ ആൾക്കാരുടെ കഷ്ടം സഹിച്ചു. പിന്നെയും പഠിച്ചപ്പോൾ പറയാം ഇനി ഇഷ്ടം പോലെ കഷ്ടമുണ്ടെന്ന്. ഇതെന്ത് പരിപാടിയാണ്? അപ്പോസ്തലപ്രവൃത്തി 14:22 ഒന്ന് വയ്ക്കുക. അപ്പോസ്തലപ്രവൃത്തി 14:22 ഇത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 14:22 നാം വിശ്വാസം നിലനിൽക്കണമെന്നും അതിൻ്റെ പശ്ചാത്തലം മനസ്സിലായി. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികൾക്ക് ഇഷ്ടം പോലെ കഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് ഇവരെ ആശ്വസിപ്പിക്കാനും പ്രബോധിപ്പിക്കാനും പോവുക. അപ്പോൾ ഇഷ്ടം പോലെ കഷ്ടം അനുഭവിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഇന്നത്തെ ഉപദേശിച്ചവരെന്തോ പറയും? സാരമില്ല, ഈ കഷ്ടങ്ങൾക്ക് ഒരു മാറ്റം വരും എന്നല്ലേ പറയുന്നത്? നമ്മൾ സാധാരണ ഒരാളെ കഷ്ടത്തിൽ പോകാൻ സാരമില്ലെന്നേ, കർത്താവ് മാറ്റിത്തരും. പൗലോസ് അങ്ങനെയാണെന്ന് പറഞ്ഞത്. വിശ്വാസം നിലനിൽക്കണം, ഇപ്പം കഷ്ടമുണ്ട്, ഇത് മാത്രം ഇനി ഇഷ്ടം പോലെ വരാനുണ്ടെന്ന്. നാം വിശ്വാസം നിലനിൽക്കണം, ഇനി ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് സാമ്പിളാണ്, ഇനിയുണ്ട് ഒറിജിനൽ ഇഷ്ടം പോലെ. ഇങ്ങനെ പറയും ആരെങ്കിലും? പൗലോസ് ഉള്ളതാ പറഞ്ഞത്. അനേക കഷ്ടങ്ങളാണ്. അനേക കഷ്ടങ്ങൾ കൂടി വേണം ഈ ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടത്. അത് നമ്മൾ അംഗീകരിക്കണം കേട്ടോ, അല്ല നമ്മളൊക്കെ ഒരു പ്രശ്നമാകും. ഈ സത്യം നമ്മൾ അംഗീകരിക്കുക. വിശ്വാസ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമല്ല, പുകഴ്ച വാക്കുകൾ മാത്രമല്ല, കഷ്ടമുണ്ട്, അനേക തരത്തിലുള്ള കഷ്ടങ്ങളുണ്ട്. പൗലോസ് സംബന്ധിച്ചിടത്തോളം എന്താ? യഹൂദന്മാർ 1 കുറയ 40 അടി 5 പ്രാവശ്യം കൊണ്ടു കേട്ടോ. പൗലോസിന് അനുഭവിച്ച കാര്യമാണ്. 2 കൊരിന്ത്യർ 11:24 മുതലുള്ള വാക്യം നിങ്ങൾ നോക്കിയോ. യഹൂദന്മാരാൽ 1 കുറയ 40 അടി 5 പ്രാവശ്യം കൊണ്ട്. 1 കുറയ 40 39 ഗുണം 5 എത്ര അടിയായി? ഇപ്പം 195 അടി. ഇവിടെ ആരെയും ഒരടി അടിച്ചാൽ ഇവിടെ എന്തുമാത്രം പരസ്യം ചെയ്യും. അടിക്കാൻ വന്നതേ ഉള്ളൂ, ഇതുവരെ എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരടി കിട്ടിയ എന്തോ ബഹളം. 1 കുറയ 40 അടി 39 ഗുണം 5 195 അടി ഇല്ലേ. പിന്നെ 3 പ്രാവശ്യം കോലിനാൽ. എന്താ കോലെന്ന് പറഞ്ഞാൽ ലാത്തിച്ചാർന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. ലാത്തി കൊണ്ടുള്ള അടിയുണ്ടല്ലോ, ഭയങ്കര പരിപാടിയാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒക്കെ പുറം ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ, ലാത്തി കൊണ്ടുള്ള അടി. അത് പ്രത്യേകം അവർക്ക് അതിന് കഴിവുണ്ട് അങ്ങനെ അടിക്കാൻ, ഭയങ്കരമായിട്ട് പൊളയും. ഇപ്പോൾ കോല് കൊണ്ടുള്ള അടി അങ്ങനെ നമുക്ക് ലാത്തിച്ചാർജ് അങ്ങ് നോക്കാം. 3 പ്രാവശ്യം കൊണ്ട്. 1 പ്രാവശ്യം കല്ലേറുമുണ്ട്. കല്ലേറുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ചത്തുപോയെന്ന് വിചാരിച്ചു, വലിച്ചഴച്ചുകൊണ്ടാണ് പോയത് ഇല്ലയോ. പിന്നെ 3 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. പിന്നെ 1 പ്രാവശ്യം കടലിൽ ആപത്തുണ്ടായിരുന്നു. പിന്നെ കാട്ടിലെ ആപത്തുണ്ടായിരുന്നു. കള്ള സഹോദരന്മാരിലുള്ള ആപത്തുണ്ടായിരുന്നു, സ്വന്തം സഹോദരന്മാരിലുള്ള ആപത്തുണ്ട്. പലവട്ടം പട്ടിണി ഉണ്ടായിരുന്നു, പൈതാഹം ഉണ്ടായിരുന്നു. ഇതെല്ലാം പൗലോസ് എന്ത് ചെയ്തു? സഹിച്ചു. എന്തിനാണ് സഹിച്ചത്? ഒന്നാമതായിട്ട് എന്തിനാ ദൈവം നമുക്ക് കഷ്ടം അനുവദിക്കുന്നത്? അത് നമ്മൾ പഠിക്കണം. വെറുതെ കഷ്ടം സഹിക്കാൻ പറ്റത്തില്ല, ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. ഒരു ഉപദേശം സഹിക്കത്തില്ല, പൗലോസും സഹിക്കത്തില്ല. എന്തിനാ കഷ്ടം? അത് പഠിക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തോടെ അത് സഹിക്കുന്നത്. ഒന്ന്, കഷ്ടം എന്തിനാണെന്ന് ചോദിച്ചാൽ 119-ാം സങ്കീർത്തനത്തിൻ്റെ 71-ാമത്തെ വാക്യം എന്ന് നോക്കിയേ. 119:71. ഉണ്ട്. കഷ്ടകാലത്ത് പഠിച്ചെടുക്കുന്ന ചട്ടങ്ങളുണ്ട്, നല്ല കാലത്ത് പഠിക്കത്തില്ല. നല്ല കാലത്ത് പഠിക്കാത്ത അനേക ചട്ടങ്ങൾ കഷ്ടകാലത്ത് പഠിക്കും. ഇനി അതിൻ്റെ 67 നോക്കിയോ. 119:67. കഷ്ടതയാകുമ്പോൾ തെറ്റിപ്പോയി. അപ്പം കഷ്ടതയിലേക്ക് എന്തിനാ കഷ്ടത? ചട്ടങ്ങൾ പഠിച്ചെടുക്കാൻ. ദാവീദ് രാജാവിനെ കുറിച്ച് പഠിച്ചാലറിയാം. അത് രാജവട്ടത്തിൽ സുഖമായിട്ട് ജീവിച്ചു, അദ്ദേഹം തെറ്റിപ്പോയായിരുന്നു കേട്ടോ, തെറ്റിപ്പോയി. പിന്നെ അദ്ദേഹം പഠിച്ചത് എങ്ങനെയാണ്? കഷ്ടതയിലായിരുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചില്ലേ, നാഥാൻ പ്രവാചകനെ അയച്ചു, എന്നിട്ട് കഷ്ടകാലം ദാവീദിന് തുടങ്ങാൻ തുടങ്ങി. ദാവീദിന് തെറ്റ് എന്താ? അവിടെ ദാവീദിൻ്റെ ആ കഷ്ടത്തിൽ കടത്തി വിട്ട സമയത്ത് ദാവീദ് എഴുതിയൊരു വാചകമുണ്ട് കേട്ടോ. 38-ാം സങ്കീർത്തനം 2 മുതലുള്ള വാക്യങ്ങളാണ്. ദൈവമേ
നിന്റെ അസ്ത്രങ്ങൾ എന്നെ തറച്ചിരിക്കുന്നു. നിന്റെ കൈ എനിക്ക് മേതെ അതിബലമായിരിക്കുന്നു. നിന്റെ നീരസ ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എൻ്റെ പാപം ഹേതു എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. എൻ്റെ അകൃത്യം എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. അത് ഭാരമുള്ള ചുമട് പോലെ ഇരിക്കുന്നു. എൻ്റെ ഭോഷത്വ നിമിത്തം എൻ്റെ ശരീരത്തിലെ വ്രണങ്ങൾ ചീഞ്ഞ് നാറുന്നു. ഞാൻ ഏറ്റവും കൂനിയിരിക്കുന്നു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. പിന്നെ ഞാൻ ക്ഷീണിച്ചത്യന്തം തകർന്നിരിക്കുന്നു. കഷ്ടതയുടെ ലിസ്റ്റ് കണ്ടോ? ഇതെന്തിനാ? പൗലോസ് അനുഭവിച്ച കഷ്ടമല്ല, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിച്ചതിൻ്റെ കഷ്ടമല്ല, അങ്ങേയറ്റം തെറ്റ് കാണിച്ചതിൻ്റെ കഷ്ടതയാണ്. ഉണ്ടോ? വീണ്ടും ജനിച്ചവരാണെങ്കിൽ ദൈവം ഇങ്ങനെ തന്നെ ചെയ്യും. അല്ലാത്തവരെന്ത് തെറ്റ് പരിശോധിക്കണം. എന്തെങ്കിലുമൊക്കെ രഹസ്യവാദം ചെയ്തിട്ട് ആരും അറിഞ്ഞില്ല, പിന്നെ അപ്പം മുറിച്ച് കുഴപ്പമില്ലെങ്കിൽ വീണ്ടും ജനിച്ചോന്ന് പരിശോധിച്ചോണം. തെറ്റ് ചെയ്താൽ ദൈവം അതിനനുസരിച്ച് ശിക്ഷിക്കും. ദൈവമേ നിൻ്റെ അസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ ദൈവവചനം കൊടുക്കും. നാഥാം പ്രവാചകൻ എഴുതി വിട്ട ആ വചനമാകുന്ന അസ്ത്രം ദാവീദിൻ്റെ നെഞ്ചത്തങ്ങ് തറച്ചു. പിന്നെ പറയാ, ഓ നിൻ്റെ നീരസം, നിൻ്റെ കൈ എൻ്റെ മീതെ, ദൈവത്തിൻ്റെ കൈ ദാവീദിൻ്റെ നേരെ തിരിഞ്ഞു. നിൻ്റെ നീരസ ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. പിന്നെ എൻ്റെ പാപം ഹേതുവായി തൊലിപ്പുറത്ത് മാത്രമേ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. എൻ്റെ ഭോഷത്വ നിമിത്തം ഞാൻ എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞ് നാറാൻ തുടങ്ങിയെന്നും. ഭയങ്കര നാറ്റം. അങ്ങനത്തെ അസുഖം അതിന് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂനിയിരിക്കും, നേരെ നിൽക്കാൻ വയ്യ. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. അതേ പാപമായിരുന്നു ചെയ്തത്. അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദേഹത്തിലൊട്ടും സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. പഠിക്കാൻ തുടങ്ങി. അന്ന് മുതൽ പഠിക്കാൻ പോയി. പിന്നെയും പഠിപ്പിച്ചു. കഷ്ടത്തിൽ കൂടി അങ്ങോട്ട് പഠിപ്പിച്ചു കേട്ടോ. കഷ്ടത്തിൽ കൂടി പഠിപ്പിച്ച് ഇത് യഹൂദ മരുഭൂമിയിൽ കൊണ്ടുവിട്ടു. തൻ്റെ സ്വന്തം മകൻ നിമിത്തം ദാവീദ് രാജാവ് രാജകൊട്ടാരം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. യഹൂദ മരുഭൂമിയിൽ കിടന്നുകൊണ്ട് എഴുതിയൊരു പാട്ടുണ്ട്. ദൈവമേ, പഠിക്കാൻ തുടങ്ങി കേട്ടോ. നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായിട്ട്. രാജകൊട്ടാരത്തിൽ വരച്ച് നടന്നപ്പോൾ അങ്ങനെയല്ല പാടിയത്. കാണേണ്ടാത്ത കാഴ്ച കണ്ടിട്ട്, മോഹിച്ചിട്ട്, മോഷ്ടിച്ചിട്ട്, കൊലപാതകം ചെയ്തപ്പം ഇതൊന്നും പഠിച്ചില്ല. എന്നാൽ യഹൂദ മരുഭൂമിയിൽ കഷ്ടതയുടെ മധ്യത്തിൽ ദേഹത്തെല്ലാം വ്രണം ചീഞ്ഞിരിക്കുന്നു. യഹൂദ മരുഭൂമിയിലാണ്. വ്രണം ചീഞ്ഞിരിക്കുമ്പോൾ മരുഭൂമി കിടന്നാൽ എന്തോ ഒരു വേദനയായിരിക്കും. ഈ ദേഹമെല്ലാം വ്രണം പിടിച്ചിരിക്കുമ്പോൾ ചൂട് പിടിക്കുന്ന സ്ഥലത്താണ്. യഹൂദ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിജനമായ മരുഭൂമിയാണ് കേട്ടോ. സൗദിയിലൊക്കെ ഞാൻ ജോലി ചെയ്ത മരുഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വ്രണമെല്ലാം, സേരയെല്ലാം വീണം നിറഞ്ഞിങ്ങനെ ഇരിക്കുക. അരയിൽ വരൾച്ചയുക. ആകെപ്പാടൊരു സൗഖ്യമില്ലാത്ത മനുഷ്യന് അവിടെ കിടക്കുക. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. പഠിക്കാൻ തുടങ്ങി. ദൈവമേ, നിൻ്റെ ബലവും മഹത്വം കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ. അതുവരെ ആരെയാണ് നോക്കിയിരുന്നേ? നല്ല കാലത്ത് ആരെയാണ് നോക്കി? നല്ല കാലത്ത് ആരെയൊക്കെയാണ് നോക്കുന്നത്? പിന്നെ ദൈവത്തെ നോക്കാനായിട്ട് ദൈവം ആക്കും. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? അടുത്തത് പഠിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവമേ നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. പഠിച്ചു കഴിഞ്ഞു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രിയാമൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് ജയമസ്വതന്ത്രൻ. എൻ്റെ ജീവാലമൊക്കെ ഞാൻ അങ്ങനെ തന്നെ വാഴ്ത്തും. നീ എനിക്ക് സഹായമായി തീർന്നല്ലോ. നിൻ്റെ ചിറകിൽ നിന്ന് ഞാൻ ഘോഷിച്ചുല്ലസിക്കുന്നു. പിന്നെ എൻ്റെ ഉള്ള നിന്നോട് പറ്റിയിരിക്കുന്നു. കണ്ടോ, പഠിച്ചു. എൻ്റെ ഉള്ള ഇപ്പം വേറെ എങ്ങും പോകത്തില്ല, നിന്നോട് പറ്റിയിരിക്കുന്നു. നിൻ്റെ വലങ്കൈ എന്നെ. പഠിച്ചോ? അപ്പോൾ എന്തിനാ കഷ്ടത? നമ്മുടെ ഓരോരോ തെറ്റിനും എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്ക പ്രതിഫലം. ഇല്ലയോ? എബ്രായർ 2:2 നോക്കിക്കേ. ശരിയല്ലയോ? എബ്രായർ 2:2. ആ ആ ആ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായി. എന്തിനാപ്പ കഷ്ടത? ചട്ടങ്ങൾ പഠിച്ചെടുക്കുവാൻ. അപ്പോൾ ആ കഷ്ടത എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം കേട്ടോ. അപ്പോൾ കഷ്ടത ഒന്ന് അതിനു വേണ്ടിയാണ്. രണ്ടാമതായിട്ട് എന്തിനാ കഷ്ടത? ദൈവസാന്നിധ്യം അനുഭവിക്കാനാണ്. 46-ാം സംഘം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇല്ലയോ? 46-ാം സംഘം 1-ാമത്തെ വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. പിന്നെ കഷ്ടങ്ങളിൽ അപ്പോൾ കഷ്ടത എന്തിനാ? നല്ലതല്ലയോ കഷ്ടത? കഷ്ടങ്ങളിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ കഴിയും. അതിനൊരു വിശദീകരണം നമുക്ക് നോക്കാം. യെശയ്യാ പ്രവചനം
63:9 നോക്കിക്കേ, അതിൻ്റെ ഒരു വിശദീകരണം. അപ്പോൾ കഷ്ടം വരുമ്പോൾ ആരും പെറുവിറുക്കേണ്ട ആവശ്യമില്ല. അവരുടെ കഷ്ടതയിലൊക്കെ അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. കഷ്ടതയിൽ സ്നേഹത്തിലും കനിവിലും അവരെ വീണ്ടെടുത്തു. എൻ്റെ ദൈവമേ, പുരാതന കാലത്ത് കഷ്ടതയിൽ ചുമന്നുകൊണ്ട് നടക്കും. നമുക്ക് സഹിക്കാൻ വയ്യാത്ത കഷ്ടതയാണെങ്കിലുണ്ടല്ലോ, കർത്താവിൻ്റെ കരങ്ങളിലാണ്. അവരുടെ കഷ്ടതയിലൊക്കെയും ദൈവം, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ അവരുടെ കഷ്ടതയിൽ കർത്താവും കഷ്ടപ്പെടും. എന്താ? കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയാണ്. വെറുതെ പറയുന്നതല്ല, നമ്മുടെ കൂടെ ഉണ്ട്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലീവായി നമ്മുടെ കൂടെ ഉണ്ട്. കഷ്ടത വരുമ്പോൾ ആരെങ്കിലും പെറുപിറുക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നി തെറ്റിപ്പോയത് ശരിയാക്കാനാ, അത് നല്ല കാര്യമാണ്. ദൈവമേ, എന്തിനാ എനിക്ക് ഈ അസുഖം വന്നേ? എന്തിനാ ആ സഹോദരൻ എന്നെ അങ്ങനെ പരിഹസിച്ച് പറഞ്ഞേ? എന്തിനാ ആ സഹോദരനോട് പിണങ്ങിയിരിക്കുന്നത്? ഞാൻ വല്ലതും ശരിയാകാനുണ്ടോ? അതോ അവരോടങ്ങ് പിണങ്ങിയിരിക്കുവാണ്? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ചുണ്ടല്ലോ, കർത്താവിന് പ്രത്യേക പദ്ധതിയുണ്ട്. ഒരു നിമിഷം പോലും കർത്താവ് നമ്മളെ കൈവിടുന്ന പരിപാടിയില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏത് സംഭവം നമ്മൾ സെൻസ് ചെയ്യണം, അങ്ങനെ ആത്മാവിൽ സെൻസ് ചെയ്യണം. എന്തിനാ അവരെന്നോട് പിണങ്ങിയേ? ഞാൻ എന്തെങ്കിലും ഇവിടെ ശരിയാകാനുണ്ടോ? എനിക്ക് എന്തിനാ അവരെന്നെ വഴക്ക്? ഞാൻ ഇച്ചിരി വിനയപ്പെടാനുണ്ടോ? ഇച്ചിരി ക്ഷമിക്കാനുണ്ടോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ആ സഹോദരനോർത്ത് പ്രാർത്ഥിക്കുക. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും, കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ആ ദൈവത്തിൻ്റെ നമ്മുടെ കഷ്ടതയിലൊക്കെ നമ്മൾ മുട്ടുകുത്തുമ്പോൾ കഷ്ടതയിലൊക്കെയും കഷ്ടപ്പെടുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. സമൂഹദൂതനാൽ നമ്മളെ എങ്ങനെ രക്ഷിക്കുന്നവനുണ്ട്. പിന്നെ തീരെ നമുക്ക് സഹിക്കാൻ വയ്യാമെങ്കിൽ എന്ത് ചെയ്യും? തീരെ അങ്ങ് കുഴഞ്ഞെന്ന് വെച്ചു ചുമന്നുകൊണ്ട് നടക്കും. എത്ര നല്ലതാ ഇല്ലേ? കഷ്ടത നല്ലതാണോ? കഷ്ടത നല്ലതാ. അത് സെൻസ് ചെയ്യണം. വെറുതെ അങ്ങ് അന്ധമായിട്ട് അതിനെ നോക്കാതെ നമ്മുടെ കർത്താവിനെ അറിയാം. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദാനിയേൽ 11:32 നോക്കിയേ, അതിൻ്റെ അവസാനം ആ ഭാഗത്ത്. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം. ഞാൻ ഈ കുറച്ച് അറിയാതെ പറഞ്ഞ, പക്ഷെ ഒരു അമ്മച്ചി പറഞ്ഞു, എന്തായാലും എനിക്കിതെല്ലാം കേൾക്കാൻ പറ്റി കേട്ടോ, ഉപദേശിച്ച് ഇച്ചിരി ഉറച്ചു പറയുന്നത് കൊണ്ട്. ബൈബിൾ ക്ലാസ്സിൽ ഇത്രയും ഉറച്ചു പറയണ്ട. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം ഞാൻ അറിയാതെ ഉറച്ചു പറയുന്നത്. നമ്മുടെ സഹോദരൻ മദനിലോ എനിക്ക് ഇന്ന് ക്ലാസ്സുകളെല്ലാം കേൾക്കാൻ പറ്റി. എന്താണെന്നറിയാം, ഉപദേശി നല്ല ഉറച്ച് പറയുന്നത് കൊണ്ട്. മേപ്പാടത്തൊരു പാപ്പിച്ചായനുണ്ട്. പാപ്പിച്ചാൻ പറയും, ഉപദേശി വരുമ്പോൾ എനിക്കെല്ലാം കേൾക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാനറിയാതെ ഉറച്ചങ്ങ് പറയുന്ന മനഃപൂർവ്വമല്ല കേട്ടോ, ഞാൻ സന്തോഷം കൊണ്ട് പറയാം. അതും പ്രയോജനമായല്ലോ എന്ന് ഞാൻ ഓർത്തു. ഒരു മാതാവ് അടുത്തുവന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് എനിക്കെല്ലാം കേൾക്കാം. എനിക്ക് പതുക്കെ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. ഇന്ന് എനിക്ക് കേട്ടു കേട്ടോ, കുറേ കാര്യങ്ങൾ അങ്ങ് കേട്ടു. ഉറച്ച് പറഞ്ഞപ്പോൾ എല്ലാം അങ്ങ് കേട്ടോന്ന് പറഞ്ഞേ. നിങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം. അപ്പം കർത്താവ് നമ്മൾക്ക് എന്തിനാ കഷ്ടം തരും? നമ്മൾ ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉന്നതമായ ഗുണവിശേഷം അറിയാമെന്ന, ദൈവത്തിൻ്റെ ആളത്വം അറിയാം. ഏത് സാരാംശമാണോ ദൈവത്തെ ദൈവമാക്കിയിരിക്കുന്ന ആ സാരാംശം നമ്മൾ അറിയുക. ദൈവത്തിൻ്റെ ഉന്നതമായ ഗുണവിശേഷങ്ങൾ, സൃഷ്ടികൾക്കില്ലാത്ത ഉന്നതമായ ഗുണവിശേഷം അതൊന്നാണ്. ദൈവം കഷ്ടതയിൽ കൂടെയിരിക്കും. കഷ്ടതയിൽ നമ്മളെ ചട്ടങ്ങൾ പഠിപ്പിക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. കഷ്ടകാലത്ത് കൂടെ ഇരുന്ന് നമ്മളെ ചുമന്നുകൊണ്ട് നടക്കും. അപ്പോൾ കഷ്ടതയ്ക്കായിട്ട് സ്തോത്രം. മൂന്നാമത് എന്തിനാ കഷ്ടത നമുക്ക് വരുത്തുന്നത്? ദൈവം കഷ്ടത വരുത്തുന്നത് എന്തിനാണെന്ന് നോക്കാം. 2 കൊരിന്ത്യർ 12:7-8-9 വാക്യങ്ങൾ. അത് വായിക്കേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ വെളിപ്പാടുകളുടെ അധികത്താൽ കളിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ കുത്തുവാൻ സാത്താൻ ദൂതനെ ഏൽപ്പിച്ചു എന്ന് കിടക്കുന്നില്ലേ, എൻ്റെ ജഡത്തെ കുത്തുവാൻ തന്നെ. അപ്പോൾ അത് വിട്ടു മാറണമെന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അവിടെ ഞാനത് വായിച്ചപ്പോൾ ഈ പൗലോസ് തൻ്റെ പ്രയാസങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? പൗലോസ് ആഗ്രഹിച്ച രോഗസൗഖ്യ. അപ്പോൾ കർത്താവ് എന്താ മറുപടി കൊടുക്കുന്നത്? പൗലോസേ, എനിക്കിപ്പോൾ ആരോഗ്യമുള്ളൊരു പൗലോസിനെ വേണ്ട, എനിക്ക് രോഗിയായ ഒരു പൗലോസിനെ മതി. നമ്മളിപ്പോൾ ഈ സാഹചര്യത്തിൽ ആക്കി വെച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്തിനാ? ദൈവത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യത്തിലാണ് നിങ്ങളെയും എന്നെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുക. നമ്മളെന്ന് പറഞ്ഞാൽ, നിന്നെ ഈ സ്ഥിതി ഞാൻ ആക്കി വെച്ചേക്ക്. എന്തിനാ? എൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായി തീരാൻ. നിനക്ക് രോഗമുണ്ടോ? ഹാർട്ട് പേഷ്യൻ്റ് ആണോ? നിനക്ക് കണ്ണിന് കാഴ്ചയില്ലയോ? നിനക്ക് പോസ്ട്രേറ്റിൻ്റെ അസുഖമുണ്ടോ? ഇതെല്ലാം എനിക്കുണ്ട് കേട്ടോ. നിന്നെ ഈ പരുവത്തിൽ ആക്കി വെച്ചേക്കും, അല്ലേ നീ ശരിയാവത്തില്ല. ഞാനിപ്പോൾ ആയിരിക്കുന്ന പറഞ്ഞാൽ ഞാനൊരു ദൈവദാസനായിരിക്കുകയാണെങ്കിൽ ഈ പരുവത്തിൽ എന്നെ ആക്കി വെച്ചേ പറ്റൂ. എനിക്കൊരു കണ്ണിൻ്റെ കാഴ്ച പോകണം, എൻ്റെ ജഡം ഒന്ന് അടങ്ങണമെങ്കിൽ
ഹാർട്ടിൻ്റെ പ്രയാസം പറഞ്ഞ് ആരെങ്കിലും ഇപ്പോൾ വന്നാലും ഞാൻ ആദ്യമൊക്കെ സുവിശേഷയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ പിള്ളേരൊക്കെ വഴക്കിന് വരുന്നുണ്ട്, എനിക്കൊരു പേടിയാണ് ഞാൻ പിടിച്ച് തെള്ളുമെന്ന്. കാരണം അങ്ങനത്തെ സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സുവിശേഷയിലേക്ക് ഇറങ്ങിയപ്പോഴേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വല്ലവരും വന്ന് ഞാൻ പിടിച്ച് തള്ളാൻ, ഒത്തിരി പേര് ഞാൻ പിടിച്ച് തെള്ളിയിട്ടുണ്ടുള്ളത്. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ തള്ളാൻ പറ്റാത്ത അവസ്ഥയിൽ കൈ പൊക്കത്തില്ല, അതിന് മുമ്പ് ഇവിടെ പിടിക്കും. പിന്നെ പൊക്കുവോ തെള്ളുവോ? എനിക്കൊരാളിനെ പിടിച്ച് തള്ളാൻ പറ്റും. ഞാൻ പ്രാർത്ഥിച്ചതാ, ദൈവമേ ആരെയും ഒന്ന് കൃപ പോകത്തില്ലേ നമ്മളെന്തെങ്കിലും ചെയ്ത് ആവശ്യമില്ലാത്ത പറഞ്ഞാൽ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ. മുൻകോപത്തിനെങ്ങാനും കയറി ഒന്ന് തെള്ളിപ്പോയ സുവിശേഷ വില ചെയ്യാൻ പറ്റുമോ? എനിക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയെന്ന്. ഇവിടെയൊക്കെ കയറി അങ്ങ് പിടിക്കുമങ്ങ്. എനിക്ക് നല്ല ആർട്ടിന് പ്രയാസമുള്ള ആളാണ്. പക്ഷേ വേണ്ട കൃപ തരും. പോകാനും വരാനും പ്രശ്നം അത് പോരായോ? അത്രയും മതി, അത് കൂടുതലായി ശരിയാവത്തില്ല. പിടിക്കുന്ന ഓരോരുത്തർ അസുഖമുണ്ട്, സെൻസ് ചെയ്യുക. എന്തിനാ എനിക്ക് അസുഖം തന്നേക്കുന്നേ? നമ്മളെടുത്ത് ഉപയോഗിക്കാനാ പ്രിയമുള്ളവരെ. ഇപ്പം നിങ്ങൾക്ക് ഏതെല്ലാം പ്രതികൂല സാഹചര്യം ഉണ്ടോ ദൈവം അനുവദിച്ചതാണെന്ന്. വീണ്ടെടുക്കപ്പെട്ടവരാണോ? നേരത്തെ ചിന്തിച്ച പോലെ പരിശുദ്ധാത്മ ഉള്ളത്തിൽ വീണ്ടും ജനിച്ചവരാണോ? രാജകീയ പുരോഹിത വർഗമാണോ? സഭയിലെ ശുശ്രൂഷകരാണോ? ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാർക്കും അവർക്ക് വന്നിരിക്കുന്ന ഓരോ പ്രതിസന്ധികളിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പൗലോസിന് എന്തിനാ അസുഖം കൊടുത്തേ? എനിക്ക് രോഗിയായ ഒരു പൗലോസിനെ മതി, എനിക്ക് ആരോഗ്യമുള്ള പൗലോസിനെ വേണ്ട. നീ നിഗളിക്കൂടാ പൗലോസേ. പൗലോസ് തന്നെ പറഞ്ഞു, അത്രയും ആരോഗ്യം കിട്ടിയാൽ അവൻ നിഗളിക്കും. അത് ദൈവത്തിനറിയാം. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. നിനക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലയോ? നീ ഭാരപ്പെടണ്ട. നിനക്ക് ഓർമ്മശക്തി ഇല്ലയോ? നീ ഭാരപ്പെടണ്ട. നിനക്ക് പ്രസംഗപാഠം ഇല്ലയോ? നീ ഭാരപ്പെടണ്ട. നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലയോ? നീ ഭാരപ്പെടണ്ട. നിനക്ക് മറ്റുള്ളവരെ പോലെ ആകർഷണീയമായ വ്യക്തിത്വം ഇല്ലയോ? നീ ഭാരപ്പെടണ്ട. അതെല്ലാം നികത്താൻ എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരും. നിനക്ക് പ്രസംഗപാഠം ഇല്ലയോ? വേണ്ടെന്നേ. നീ എൻ്റെ വചനം വിളിച്ച് പറഞ്ഞാൽ മതി, ആ പ്രസംഗം ആയിക്കോളൂന്ന്. പിന്നെ അതിന് പ്രസംഗപാഠമൊന്നും വേണ്ട. എൻ്റെ വചനം നീ അങ്ങ് പറഞ്ഞാൽ മതി, അത് പ്രസംഗമായിട്ട് ഞാൻ ജനങ്ങൾക്ക് കൊടുത്തോളാം. എൻ്റെ കൃപ നിനക്ക് മതി. ഇപ്പം എന്തിനാ രോഗം തരുന്നത്? കഷ്ടത എന്തിനാ തരുന്നത്? നമ്മുടെ ഇല്ലായ്മയിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞിട്ട് കൃപയുടെ ശുശ്രൂഷ ചെയ്യുക. പിന്നെന്തിനാ കഷ്ടത അനുഭവിക്കുക? നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ദൈവം നമ്മളെ അനുമോദിക്കാൻ കഷ്ടത തരും കേട്ടോ. വെളിപ്പാട് 2:13. ഒരു തെറ്റും ചെയ്യാതെ തന്നെ ദൈവം കഷ്ടതയിൽ കൂടി കടത്തിവിടും. അതെന്തിനാ? ഇതിനെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ വേണ്ടി കഷ്ടത തരും. ഇനി അടുത്തതായിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ നിൽക്കട്ടെ, കഷ്ടതയിൽ കടത്തി വിട്ടാൽ അതെന്തിനാ? വെളിപ്പാട് പുസ്തകം 2:13. ആ അറിയുന്നു. ആ ആ കാലത്ത് പോലും അത്രയും മതി മോനെ. നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു കേട്ടോ. നമ്മളൊക്കെ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു. പലരും പറയും എൻ്റെ ഈ പ്രയാസം മറ്റാർക്കും അറിയത്തില്ല എന്നില്ലയോ? ഞാൻ അനുഭവിക്കുന്ന കഷ്ടമുണ്ടല്ലോ. പലരും സഹോദരിമാർ പറയും ഞാൻ വീടിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടം എൻ്റെ ഭർത്താവും മക്കളും ഒന്നും അറിയും. ചില ഉപദേശിമാർ ഞാൻ സഭയ്ക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടം ഈ വിശ്വാസികളൊന്നും അറിയുന്നില്ലല്ലോ. എത്രയോ പേര് പറയാറുണ്ട്. ഞാൻ എൻ്റെ വീടിന് വേണ്ടി അനുഭവിക്കുന്നത് കഷ്ടം എൻ്റെ ഭർത്താവും മക്കളും അറിയുന്നില്ല. അനേക സഹോദരിമാർ പറയാറുണ്ട്. പക്ഷെ അറിയുന്നവനുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ വിശ്വാസികൾ അറിഞ്ഞില്ലെങ്കിലും, ഭാര്യ അറിഞ്ഞില്ലെങ്കിലും, ഭർത്താക്കന്മാർ അറിഞ്ഞില്ലെങ്കിലും, മക്കൾ അറിഞ്ഞില്ലെങ്കിലും പരിഹരിക്കാൻ കഴിയുന്നവന് അറിയുന്നുണ്ട്. നമ്മുടെ എല്ലാ സാഹചര്യം കർത്താവ് അറിയുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നവർക്ക് അനേക പ്രതികൂലങ്ങൾ കാണും, ബുദ്ധിമുട്ട് കാണും. അതെല്ലാം മറ്റുള്ളവർ പറഞ്ഞൊന്നും ഫലിപ്പിക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ തന്നെ അത് ശരിയാവത്തുമില്ല. പക്ഷേ കർത്താവ് ഇതാ കർത്താവിനെ അറിയുക എന്ന് പറയുന്നത്. എൻ്റെ എല്ലാ പ്രയാസവും, എൻ്റെ നിരപരാധിത്വം, എൻ്റെ തെറ്റും, എൻ്റെ കുറവും, എൻ്റെ നിഷ്കളങ്കത, എൻ്റെ കളങ്കത എല്ലാം കർത്താവിനറിയാം. എത്ര നല്ലതായില്ലേ? നീ എവിടെ പാർക്കും ഞാൻ അറിയാം. അത് അനുകൂലമല്ല മോനെ, പ്രതികൂലമാണ്. എൻ്റെ വിശ്വാസദാസനായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേകർ അനുകൂലങ്ങൾ വന്നിട്ടുണ്ട്, പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രതികൂലങ്ങൾ വന്നോട് പറയാ, നീ ആ പ്രതികൂലത്തിലും അവരുടെ മധ്യത്തിൽ തന്നെ മഹത്വപ്പെടുത്തി ഞാൻ അറിയുന്നു. അപ്പോൾ പ്രതികൂലം നല്ലതാണോ? അനുമോദനം ലഭിക്കും ദൈവത്തിൽ നിന്നും. അനുമോദനം. ഒരു തെറ്റും ചെയ്യാൻ ശിക്ഷ അനുഭവിക്കുകയാണോ? സന്തോഷിക്കുക, സന്തോഷിച്ച് ഉല്ലസിച്ച് ആനന്ദിക്കുക. അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കാൻ കഴിയും. ഇപ്പം കഷ്ടത നല്ലതാണോ? കഷ്ടതല്ല. അടുത്തതായിട്ടോ നമുക്ക് എന്തിനാ കഷ്ടത തരുന്നത്? ഒരു ഡിഗ്രിയാണ് കേട്ടോ ഈ കഷ്ടത. എന്തിനാ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ. നമുക്ക് നോക്കാം. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം.
2 കൊരിന്ത്യർ 1:4. ആ ആ ആ ആ ദൈവം ഞങ്ങൾക്ക് തന്ന ആശ്വാസം കൊണ്ട് യാതൊരു കഷ്ടതകളെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് അവൻ ഞങ്ങൾക്കുള്ള കഷ്ടങ്ങൾക്ക് അവൻ ഞങ്ങളെ ആശ്വസിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു എക്സാമിനേഷനാണ്. ഇപ്പം ദൈവം നമ്മളെ കഷ്ടത്തിൽ കടത്തി വിടും. ദൈവം അനുവദിച്ച കഷ്ടത വേണ്ട എന്ന് പറഞ്ഞാലും അനുഭവിച്ചേ പറ്റൂ കേട്ടോ. ഇനി കഷ്ടത വേണ്ട എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഓരോരുത്തരും കഷ്ടത വരും. പിറുപിറുത്താലും കഷ്ടത സഹിക്കണം. എന്നാൽ അത് സന്തോഷത സഹിച്ചാലോ പ്രയോജനമാണ്. ഒന്നുകൂടെ പറയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ട കഷ്ടത ദൈവം തന്നിരിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്കൊരാശ്വാസം ലഭിക്കും. ഈ ആശ്വാസം ഒരു ഡിഗ്രി എന്തിനാ? അതുപോലെ കഷ്ടത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ കഴിയും. ഞാൻ ഭാര്യ മരിച്ച ഒരു സഹോദരൻ്റെ അടുത്ത് ചെന്ന് സുവിശേഷം ആശ്വസിച്ചപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നോക്കി. ഭാര്യയായിട്ട് വന്നേച്ച് എന്നെ എൻ്റെ ഭാര്യ മരിച്ചു. അപ്പോഴങ്ങേര് ഭാര്യയായിട്ട് വന്ന് അപ്പം ഞാൻ എൻ്റെ സാഹചര്യം പറഞ്ഞപ്പം എനിക്ക് ഇന്ന പോലത്തെ പ്രതികൂലങ്ങളുണ്ട് സഹോദരൻ എന്ന് പറഞ്ഞപ്പം പിന്നെ അദ്ദേഹം എൻ്റെ വാക്കുകളെല്ലാം കേട്ടു. എന്താ? ഒരു ദുഃഖിതനായൊരു മനുഷ്യൻ ദുഃഖിച്ചിരിക്കുന്ന അടുക്കെ ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്ന ഒരാൾ, അല്ലെ രോഗത്തിൽ കൂടി കടന്നു പോകുന്ന ഒരാൾ, പരിഹാസത്തിൽ കടന്നു പോകുന്ന ഒരാൾ, പ്രതിസന്ധി കടന്നു പോകുന്ന ഒരാൾ പ്രാർത്ഥിച്ചതിൽ ആശ്വാസം പ്രാപിച്ചിട്ട് ആ ആളൊരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് ദൈവം അവർക്ക് കൊടുക്കുന്ന പദവിയാണ്. കഷ്ടത നല്ലതാണോ? എനിക്കെന്ന കഷ്ടതയ്ക്കായിട്ട് എൻ്റെ ജീവിതം പ്രയോജനപ്പെടണമെങ്കിൽ ആ കഷ്ടതയിൽ പിറുപിറുക്കാൻ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചാൽ അനേകർക്ക് വചനം കേൾക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും. ഹൃദയത്തിലൊരു ആശ്വാസം ലഭിക്കും. അത് ദൈവം നമുക്ക് തരുന്ന ഒരു പദവിയാണ്. അറിയാമോ? പദവിയാണ്. അത് നമുക്ക് ഒരു ഹൃദ്രോഗ വിദഗ്ധനെ പോലെ നമുക്കറിയാം. കാർഡിയാക് ഡോക്ടറൊക്കെ ഇല്ലേ? ഇത് അതിനേക്കാളും നല്ല ഡോക്ടറായിട്ട് നമ്മളെ എടുത്ത് മനം തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ. ആ ആൾ കഷ്ടത്തിൽ കൂടി കടന്നു പോയിട്ടും ഇത്ര സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുന്നല്ലോ. അപ്പം ഈ കഷ്ടം എനിക്കും, ഈ കഷ്ടമൊന്നും സഹിക്കാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ലെന്ന്. ഏറ്റവും സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ഉപദേശിയാൻ തിരുന്നോട്ടെ, ഏറ്റവും ടോപ്പിൽ ജീവിക്കുന്ന 5 സ്റ്റാറിൽ ജീവിക്കുന്ന ഒരു ഉപദേശി വന്നിട്ട് ഭവനസന്ധിന് ക്ലാസ് എടുത്ത് ആരെങ്കിലും കേൾക്കും? ഞാൻ കേൾക്കത്തില്ല. ഈ ഭവനസന്ധിന് പോകാത്ത ഒരു ഉപദേശി ഭവനസന്ധി ക്ലാസ് എടുത്ത് ഞാൻ അംഗീകരിക്കത്തില്ല. ഉള്ളത് പറയാം. അയാൾ ഭവനസന്ധിന് പോകണം. അവിടെ പോയി സുവിശേഷം അറിയിച്ചിട്ട് വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്കതിനെ അല്ല എങ്ങനെ അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. അതിന് പോകണം. പരിശോധന പ്രസംഗിക്കാൻ പോകാതെ കൺവെൻഷന് മാത്രം പ്രസംഗിക്കുന്നത് ഉപയോഗിച്ച് പരിശോധന വെച്ച് ക്ലാസ് എടുത്താൽ ആരംഗീകരിക്കും? ഒരു കഷ്ടം സഹിക്കാതെ ഏറ്റവും ടോപ്പിൽ തന്നെ ജീവിക്കുന്ന ഒരാൾ കഷ്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ ആര് കേൾക്കും? ദൈവം അങ്ങനല്ല ചെയ്യുന്നേ. ദൈവം കഷ്ടത്തിൽ കൂടി കടന്നുപോയി. നമ്മുടെ ജീവനാഥൻ ആരാധനാ പുരുഷൻ കഷ്ടം അനുഭവിച്ചു. അപ്പോസ്തലന്മാരെല്ലാം കഷ്ടം അനുഭവിച്ചു. അപ്പോൾ നമ്മൾക്കുള്ള കഷ്ടത്തിൽ ആശ്വാസം ലഭിക്കുന്ന എവിടെയാ? വിശ്വാസനായകനും പൂർത്തിവച്ചമായ യേശുവിനെ നോക്കുക. എന്താ? അവൻ തൻ്റെ മുമ്പിൽ വെച്ച് സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ മുഖത്ത് തുപ്പലേറ്റു, കന്നത്തടിയേറ്റു, കണ്ണുമണി ചമ്മട്ടല്ലടിയേറ്റു. ഇവിടെ ഇരിക്കുന്ന ഏത് കഷ്ടമുണ്ട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ല്. മോനെ, നിന്നെ വീണ്ടെടുക്കുവാൻ ഞാൻ അനുഭവിച്ച കഷ്ടത്തിൽ അത്രയും നീ അനുഭവിച്ചിട്ടുണ്ടോ? കർത്താവ് ചോദിച്ചാൽ എന്താ പറയും? ഇല്ലേ. സ്തോത്രം, സ്തോത്രം. ശരിക്ക് ധ്യാനിച്ചാൽ നമുക്ക് ആ കഷ്ടതയിൽ ആശ്വാസം ലഭിക്കും. ശരിക്ക് ധ്യാനിച്ചാൽ മാത്രമല്ല നമുക്കത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പ്രയോജനപ്പെടും. അപ്പോൾ കഷ്ടത നല്ലതാണ്. അടുത്തതായിട്ടോ, കഷ്ടത എന്തിനാണെന്നറിയാമോ? നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഓരോ തലങ്ങളിലും വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. 2-3 വാക്യം നോക്കി. ആവർത്തന പുസ്തകം 8-ന്റെ 2-3 വാക്യം. ആ ആ 40 മാസം മരുഭൂമിയിൽ കൂടി വന്ന് നിന്റെ ഹൃദയത്തിലിരിക്കുന്ന അറിയാം. ആർക്കറിയാനാ? ദൈവത്തിനറിയാം. നമുക്കറിയാം നമുക്ക് എന്തുമാത്രം ക്ഷമയുണ്ടെന്ന്. ആരും നമ്മളെ വഴക്കിടുമ്പോഴേ അറിയത്തുള്ളൂ നമുക്ക് എന്തുമാത്രം ക്ഷമയുണ്ടെന്ന്. നമ്മുടെ സഭയിൽ ഒരാൾ നമ്മളോട് വഴക്കിട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ നമുക്ക് എന്തുമാത്രം ക്ഷമിക്കാനുള്ള കഴിവുണ്ട്. പലപ്പോഴും ഞാൻ പരാജയപ്പെട്ടു. ഞാൻ പിന്നെ പോയിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് അത്രയും ക്ഷമിക്കാനുള്ള ആയില്ല കർത്താവേ. ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാമോ? ഞാൻ ആയിട്ടില്ലായിരുന്നു. ഇപ്പോഴും ആയിട്ടില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ ആവശ്യത്തിനൊന്നും അങ്ങ് ക്ഷമയായിട്ടില്ല എനിക്ക്.
അത് ദൈവം എന്നെ പഠിപ്പിക്കും. ഓരോരോ ഇൻസിഡൻറ്റ് കൊണ്ടുവന്ന്, ഇപ്പോൾ ബൈക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഉദ്ദേശിച്ച് ബൈക്ക് ക്ലാസ്സൊക്കെ നല്ലതായിരുന്നു, എനിക്ക് നല്ല സുഖമാണ്. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് വരുമ്പോഴോ അന്നേരം ഞാൻ എന്തോ വളർന്നു എന്നുള്ളത് ഞാൻ പഠിക്കുന്ന അന്നേരം ദൈവം അങ്ങനെ നമ്മുടെ അകത്തുള്ളത് കുത്തിയെടുത്തുകൊണ്ട് വരും. നീ എന്തുമാത്രം നിനക്ക് ക്ഷമയുണ്ട്, എന്തുമാത്രം സഹിഷ്ണുത നിൻ്റെ ഉള്ളിലുള്ളത് കർത്താവിനറിയാം, നമുക്കറിയാൻ. നമ്മളെങ്ങനെ അന്നേരം പ്രതികരിച്ചേ? വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പം ഭാര്യയോട് എങ്ങനെ പ്രതികരിച്ചു, ഭർത്താവിനെ പ്രതികരിച്ചു, സഭയിൽ എങ്ങനെ പ്രതികരിച്ചു? അത്രയും നാം വളർന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുത്തിയിരുന്ന് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്പം കൂടൊക്കെ മാറ്റം. ഇങ്ങനെ കുറേ നാളായാലും ഇതൊക്കെ ശരിയായിട്ട് ഈ ജഡത്തിൻ്റെ കാര്യമൊക്കെ ശരിയാകത്തുള്ളൂ. അപ്പോൾ എന്തിനാ കഷ്ടത? നല്ലതാണോ? ഞാൻ എന്തുമാത്രം എനിക്ക് ക്ഷമയുണ്ട്, സഹിഷ്ണുതയുണ്ടെന്നറിയാൻ ദൈവം നമ്മളെ കഷ്ടത്തിൽ കൂടി കടത്തിയിടും. മറ്റൊന്ന് റോമർ 5:3 അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്ന പറഞ്ഞാൽ കഷ്ടങ്ങളിലും. അപ്പോൾ ഇത്രയും പഠിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഷ്ടതയ്ക്കായിട്ട് സ്തോത്രം, ദൈവത്തിന് നന്ദിയുള്ള കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. പിന്നെ അടുത്തതായിട്ടോ കർത്താവിൻ്റെ സദ്ഗുണം അവിടെ ഇരിക്കുന്ന 5-ാമത്തെ കാര്യം, ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം ഭരമേൽപ്പിച്ചു. ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, കർത്താവ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം നോക്കിയേ. പത്രോസിൻ്റെ